സമരങ്ങൾക്കിടയിലും AICC നേതൃത്വത്തിന്റെ ഇടപെടലിന് പിന്നാലെയും നിലപാടിൽ ഉറച്ചു തന്നെയാണ് ശശി തരൂർ ഉള്ളത്. പക്ഷേ അതിനിടെ ശശി തരൂരിനെ കൂട്ടിപ്പിടിക്കുകയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. തരൂർ പാർട്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് സുധാകരന്റെ പ്രതികരണം. നേതൃത്വത്തിൽ ഇരുന്ന് പറയാൻ പാടില്ലാത്തതാണ് തരൂർ പറഞ്ഞത്. പക്ഷേ അതിന്റെ പേരിൽ തൂക്കിക്കൊല്ലാൻ പറ്റില്ല. DYFI പരിപാടിയിൽ തരൂർ പങ്കെടുക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. ഒരു പ്രസ്താവന നടത്തിയതിന്റെ അകത്ത് ഒരു നേരിയ ഒരു പ്രശ്നം വന്നപ്പോ അത് അവിടെ സപ്രസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? നമ്മളെ നേതാക്കന്മാര് ഞാൻ വിളിച്ചിരുന്നല്ലോ ശശിയെ. ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ള ഒരു ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹം അതിന്റെ അകത്ത് ഒരു അർദ്ധസത്യമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അല്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം എന്ന നിലത്തിൽ പറയാൻ പാടില്ലായിരുന്നു. അത് അദ്ദേഹം പോകുന്നില്ല, അതിനെപ്പറ്റി ബേജാറൊന്നും. ശശി തരൂർ ആ പരിപാടിക്കൊന്നും പോവില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, മറ്റ് നേതാക്കളെല്ലാവരും തരൂരിനെതിരെ രംഗത്തെത്തുമ്പോൾ സുധാകരൻ തരൂരിനൊപ്പമാണ് എന്ന് വ്യക്തമാകുന്നു. അത് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് സുധാകരൻ. ഇത്രമാത്രം വിവാദമാക്കാനുള്ളതൊന്നും തരൂർ പറഞ്ഞിട്ടില്ല എന്നാണോ സുധാകരന്റെ പ്രതികരണം? തീർച്ചയായും കോൺഗ്രസിന്റെ നേതൃതലത്തിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് ഒരു കാരണം കൂടി അല്ലെങ്കിൽ ഒരു തെളിവ് കൂടി ആവുകയാണ് ഈ തരൂർ വിഷയത്തിലെ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം. അദ്ദേഹം ഒരുപക്ഷെ നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് തുടങ്ങി UDF കൺവീനർ തുടങ്ങി എല്ലാവരും ഏറെക്കുറെ തള്ളിക്കളഞ്ഞ തരൂരിന്റെ പ്രസ്താവനയെ, ആ പ്രസ്താവനയെ ന്യായീകരിക്കുന്നില്ലെങ്കിൽ പോലും വലിയ ദ്രോഹമൊന്നും പാർട്ടിക്ക് തരൂർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തരൂരിനെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. ആദ്യം ആ ഒരു CPMന്റെ വികസന കണക്കുകളിൽ അർദ്ധസത്യമുണ്ടെന്ന് തോന്നില്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു വിചാരം മാത്രമാണ്. പാർട്ടി സ്ഥാനത്ത് നിന്ന് പറയാൻ പറ്റുന്നതല്ല പറഞ്ഞത്. എന്നാൽ പോലും അതിന്റെ പേരിൽ തൂക്കിക്കൊല്ലാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തരൂര് വലിയൊരു പാതകമൊന്നും ചെയ്തില്ല എന്ന് തുറന്നു പറയുകയും മാത്രമല്ല ചില ആൾക്കാർ അതിനെ വിശകലനം ചെയ്ത് കടലോളം എത്തിച്ചു വലുതാക്കി എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞതോടെ തരൂരിനെതിരെ വാർത്താസമ്മേളനം നടത്തി വിമർശിച്ച നേതാക്കളെ, പ്രതിപക്ഷ നേതാവാണെങ്കിലും UDF കൺവീനർ അടക്കമുള്ള നേതാക്കൾക്ക് ഒരു പരോക്ഷമായ മറുപടി കൂടിയാണ് ശരിക്കും കെ സുധാകരൻ നടത്തുന്നത്. അതായത് നമുക്കറിയാം, ആഭ്യന്തരമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലതരത്തിൽ പല ചേരിയിലാണ് UDFന്റെ കോൺഗ്രസിന് നേർനിരയുള്ളത്. അത് ഒന്നിക്കു കൂടി പ്രതിഫലനമാകുന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചത്. തരൂരിനെ പൂർണ്ണമായി തള്ളാതെ, മാത്രമല്ല തരൂർ പറയുന്നത്